കൂടുതൽ തുകയ്ക്ക് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ അനുമതിയായെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തിങ്കളാഴ്ച മുതൽ മഴ പെയ്യുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി പറഞ്ഞു. ഇത് കണ്ട് പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകും. വൈദ്യുത നിരക്ക് കൂടുമോ എന്ന് ഇപ്പോൾ ഉറപ്പു പറയാനാകില്ല. ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല. മുന്നൊരുക്കം ഉണ്ടായില്ല എന്ന റെഗുലേറ്ററി കമ്മീഷൻ വിമർശനം പരിശോധിക്കുമെന്നും വൈദ്യുത മന്ത്രി വ്യക്തമാക്കി. നമുക്ക് 3000 TMC വെള്ളമുണ്ടെങ്കിലും 300 TMC മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമുക്ക് കിച്ചൺ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അത് നമ്മളെല്ലാവരുടെയും പലവരുടെയും എതിർപ്പ് കാരണം അത് പലതും മുടങ്ങി പോവുകയാണ്. ഇതാണ് പൊസിഷൻ. ഇതിനെങ്കിലും ഈ അനുഭവത്തിൽ നിന്ന് അങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്ക് ഒരു അനുമതി നൽകാൻ എല്ലാവരും സഹകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥന. അപ്പോൾ അങ്ങനെ ഇത് എത്ര റുപ്യക്ക് കിട്ടുമെന്ന് നമുക്കൊന്ന് പ്രതീക്ഷയില്ല. പ്രകൃതി നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ കാര്യം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഇടയ്ക്കിടെ വൈദ്യുതി മുടങ്ങുന്നത് പരാതിയായി ഉയർന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ വിശദീകരണം. പ്രതിദിനം 6200 മെഗാവാട്ടായാണ് വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നത്. കടുത്ത ചൂടിൽ എയർ കണ്ടീഷൻ ഉപയോഗം വർദ്ധിച്ചതാണ് കാരണമായത്. എക്സസ് വരുമ്പോൾ ലോഡ് ഷെഡിങ് അല്ല, ട്രിപ്പ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ കീഴിൽ ആ കപ്പാസിറ്റികൾ വെച്ച് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ട്രിപ്പായി വരികയാണ്. ലോഡ് ഷെഡിങ് അല്ല. UTV ന്യൂസ്, പാലക്കാട്.